അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു അറിവാണ് പറഞ്ഞു തരുന്നത്. അതായത് ഈ ദുനിയാവിൽ നാം എല്ലാവരും പല പ്രശ്നങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. എല്ലാവരും നല്ല ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകളും അവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ, പല പ്രതിസന്ധികൾ പറയുന്നവരുണ്ട്. വീഡിയോയുടെ കമൻറ്റിലൂടെയും മറ്റുമൊക്കെ എന്നും പല പ്രശ്നങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് പലർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകട്ടെ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീഡിയോയുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനുണ്ട്. ഒരുപാട് ഉദ്ദേശങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറി കിട്ടണം. അതൊക്കെയും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടന്നു കിട്ടാൻ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ നിങ്ങൾ 4 യാസീൻ സൂറത്ത് ഓതണം. അപ്പോൾ അത് എങ്ങനെയാണ് ഓതേണ്ടത്, ഏത് സമയമാണ് ഓതേണ്ടത്, എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്, എങ്ങനെ നമ്മൾ ദുആ ചെയ്യണം എന്നൊക്കെ വിശദമായി ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഇന്നും ഭൂമി ലോകത്ത്, നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 4 നബിമാരുണ്ട്. അതിൽപ്പെട്ട ഒരു നബിയാണ് മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാം. മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാമിനെ എത്രയോ ആളുകൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ ഭൂമി ലോകത്ത് നിന്ന്. അതൊക്കെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാർക്ക് മാത്രമേ നേരിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഖിളിർ നബി അലൈഹിസ്സലാമിനെ ഈ ഭൂമി ലോകത്തിൽ നിന്ന് നേരിട്ട് കാണാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കാർക്കെങ്കിലും മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നബിയുടെ പേരിൽ, ഖിളിർ നബിയുടെ പേരിൽ ഒരു യാസീൻ സൂറത്ത് ഓതിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഒരുപാട് മഹാന്മാർക്ക് ഇത് അനുഭവമുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ആളുകൾ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഖിളിർ നബിയെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ യാസീൻ സൂറത്ത് ഒരു പ്രാവശ്യം എല്ലാ ദിവസവും നബിയുടെ പേരിൽ ഓതുക. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വിഷയം, ഒരുപാട് ആളുകളും പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് ജീവിതത്തിൽ. അതായത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുള്ളവരുണ്ടാകും, കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ടാകും, കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും, മക്കളില്ലാത്തവരുണ്ടാകും, കല്യാണം ശരിയാകാത്തവരുണ്ടാകും, സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ടാകും, രോഗങ്ങൾ കൊണ്ട് എന്നും വേദന സഹിക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും, പല ഡോക്ടർമാരെയും കാണിച്ച് എന്നിട്ടും രോഗം മാറാതെ ബുദ്ധിമുട്ടുന്നവർ എത്രയോ ആളുകളുണ്ട്. അതുപോലെ ജോലി ശരിയാക്കാൻ ജോലിയില്ലാത്തവർ, ഉള്ള ജോലിയിൽ ബറക്കത്തില്ലാത്തവർ, അതുപോലെ ബിസിനസ് തകർച്ച സംഭവിച്ചവർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളാണ് പലർക്കും ജീവിതത്തിലുള്ളത്. അതിനൊക്കെയും പരിഹാരമാർഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ കഴിയുന്നതും നിങ്ങൾ മഗ്രിബ് നിസ്കാരം നിസ്കരിച്ച് ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ നോക്കുക. എല്ലാത്ത സമയത്തും ചെയ്യാം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ കാര്യം ചെയ്യാൻ ഏറ്റവും ഉത്തമമായത് ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്:
മഹാനായ ഖിളിർ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ 4 യാസീൻ സൂറത്ത് ഓതുക. ഓതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിയ്യത്ത് വെക്കണം. നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് നിറവേറേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് പറയണം. അതായത് നിങ്ങൾക്ക് കടങ്ങളാണുള്ളെങ്കിൽ, അള്ളാഹുവേ എൻ്റെ കടങ്ങൾ എനിക്ക് നീ വീട്ടിത്തരണം. ഞാൻ 4 യാസീൻ സൂറത്ത് ഖിളിർ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ ഓതുന്നുണ്ട്. അള്ളാഹുവേ അത് കാരണം എൻ്റെ കടങ്ങൾ വീട്ടിത്തരണം. ഇനി സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അള്ളാഹുവേ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നീ നൽകണം എന്ന് പറയുക. അങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് നിയ്യത്താക്കിക്കൊണ്ട് നിങ്ങൾ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നിങ്ങൾ 4 യാസീൻ സൂറത്ത് ഓതുക. ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. നിയ്യത്ത് വെക്കുമ്പോൾ നിങ്ങൾ മറക്കാതെ നിങ്ങൾ നാവ് കൊണ്ട് പറയണം. മനസ്സിൽ കരുതിയാൽ മാത്രം പോരാ. മാത്രമല്ല നിങ്ങൾക്ക് വുളൂ ഉണ്ടായിരിക്കണം. പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്കറിയാം വുളൂ ഉണ്ടായിരിക്കണമെന്ന്. അങ്ങനെ വുളൂവോടുകൂടി സൂറത്ത് യാസീൻ ഓതുക. ഓതുന്ന സമയത്ത് മറ്റ് സംസാരങ്ങളിലേക്കോ ചിന്തകളിലേക്കോ പ്രവൃത്തികളിലേക്കോ നിങ്ങൾ പോകരുത്. ഒരു യാസീൻ സൂറത്ത് ഓതി അതിൻ്റെ ശേഷം ഇനി അടുക്കളയിലുള്ള പണിയൊക്കെ തീർത്തിട്ട് വന്നിട്ട് ഓതാം എന്ന് കരുതി നിങ്ങൾ എണീറ്റ് പോകരുത്. അടുക്കളയിലെ പണിയെന്നല്ല, എന്ത് പ്രവൃത്തിയിലേക്കും നിങ്ങൾ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് പിന്നീട് പോകരുത്. ഈ 4 യാസീൻ സൂറത്ത് ഓതി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നിങ്ങൾ മറ്റ് പ്രവൃത്തികളിലേക്ക് പോകാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ മക്കളോടും അതുപോലെ ഭർത്താക്കന്മാരോടും മാതാപിതാക്കളോടൊക്കെ പറയുക, ഞാൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ ശല്യപ്പെടുത്തരുത്, എന്നോട് സംസാരിക്കാൻ വരരുത്. സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റു പ്രവർത്തികളിലേക്കും ചിന്തകളിലേക്കും പോയാൽ അതിന് ഫലം കിട്ടില്ല എന്ന് അവരോട് നിങ്ങൾ മുൻകൂട്ടി പറയുക. എന്നാൽ പിന്നെ അവർ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരില്ല. അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്കൊക്കെ നിങ്ങളോട് ദേഷ്യം വരും. അവർ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ദേഷ്യം വരും. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ആദ്യം മുൻകൂട്ടി പറയുക. ഇനി അതുപോലെ തന്നെയാണ് കേട്ടോ പുരുഷന്മാർ ചെയ്യുകയാണെങ്കിലും സഹോദരന്മാർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ മുൻകൂട്ടി നിങ്ങളുടെ ഉമ്മയോടും ഉപ്പയോടും മക്കളോടും ഭാര്യയോടൊക്കെ മുൻകൂട്ടി പറയുക, ആരും എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ ഈ കാര്യം ചെയ്യുകയാണ് എന്ന്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മഗ്രിബ് നിസ്കാരം നിങ്ങൾ അധികം വൈകിപ്പിക്കാതെ വേഗം നിസ്കരിക്കണം. അതായത് നോമ്പൊക്കെ വേഗം തുറന്നുകൊണ്ട് മഗ്രിബ് നിസ്കാരം എളുപ്പത്തിൽ നിസ്കരിച്ച് ഈ കാര്യം ചെയ്യണം. കാരണം ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് 4 യാസീൻ സൂറത്ത് ഓതണം. അതുപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇതൊക്കെയും ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ നടക്കണം. അതുകൊണ്ട് എളുപ്പത്തിൽ അധികം വൈകിപ്പിക്കാതെ നിങ്ങൾ വേഗം മഗ്രിബ് നിസ്കരിച്ച് ഈ കാര്യം ചെയ്തു തുടങ്ങുക. പിന്നീട് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് യാസീൻ ഓതുന്ന സമയത്ത് അക്ഷരത്തെറ്റില്ലാതെ തജ്വീദോടുകൂടി ഓതുക. എത്രയോ ആളുകളുണ്ട് അവരുടെ ഉദ്ദേശം നടന്നു കിട്ടാൻ ഒരുപാട് യാസീൻ ഓതുന്നവർ, മറ്റു സൂറത്തുകൾ ഓതുന്നവർ. എന്നിട്ട് പലരും പറയുന്ന ഒരു പരിഭവമാണ്, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ഞാൻ ഉസ്താദ് പറയുന്നത് പോലെ എല്ലാം ചെയ്യുന്നുണ്ട്, എന്താണ് എൻ്റെ കാര്യം നടക്കാത്തത്? അതിന് പ്രധാന കാരണത്തിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ ഓതുന്നത് അക്ഷരത്തെറ്റില്ലാതെ ഓതണം. അതുപോലെ തജ്വീദോടുകൂടി ഓതണം. എന്നാൽ മാത്രമേ നമ്മൾ ഓതുന്നതിന് നമുക്ക് ഫലം ലഭിക്കുകയുള്ളൂ. യാസീൻ സൂറത്ത് കാണാതെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ കാണാതെ യാസീൻ സൂറത്ത് ഓതാനായിരിക്കും പലരും ശ്രമിക്കുക. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ കഴിയുന്നതും യാസീൻ സൂറത്ത് പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് കണ്ടുകൊണ്ട് ഓതുക. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ പ്രതിഫലം നൽകുന്നത്, കണ്ടു ഓതുന്നതിനാണ്. മാത്രമല്ല അക്ഷരത്തെറ്റില്ലാതെ നമുക്ക് ഓതാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട്
4 യാസീൻ സൂറത്ത് നിങ്ങൾ ഓതുന്ന സമയത്ത് ഓരോ യാസീൻ സൂറത്ത് ഓതിയതിന് ശേഷവും നിങ്ങൾ ദുആ ചെയ്യണ്ട. 4 യാസീൻ സൂറത്ത് ഓതിയതിന് ശേഷം അവസാനമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചുരുങ്ങിയത് എല്ലാ ദിവസവും ഒരു സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഓതുക. എല്ലാ ദിവസവും യാസീൻ സൂറത്ത് ഓതുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ബുദ്ധിമുട്ടുള്ളവർ, കഴിയാത്തവർ എന്ത് ചെയ്യുക, ഒരു സൂറത്തുൽ ഫാത്തിഹ എല്ലാ ദിവസവും ഓതുക. എന്നാൽ ഖിദർ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു നോട്ടം നിങ്ങളിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല അതുമൂലം നിങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ ഊരാക്കുടുക്കുകളിൽ നിന്നും, കള്ളക്കേസുകളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാത്തുരക്ഷിക്കും. മാത്രമല്ല, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും സാധ്യതയുണ്ട്. ഫാത്തിഹ സൂറത്ത് നിരന്തരം ഓതുന്നത് കൊണ്ട് ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമുക്ക് നേരിട്ട് കാണാൻ ഉള്ള ഭാഗ്യം അള്ളാഹു നൽകും ഇൻഷാ അല്ലാഹ്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിച്ചക്കാരൻ്റെ രൂപത്തിൽ നിങ്ങളുടെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട് എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഭിക്ഷക്കാർ വരലുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അവരെ ആട്ടിപ്പറഞ്ഞയക്കരുത്. പ്രധാനമായിട്ടും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലൊക്കെ ആരെങ്കിലും ഭിക്ഷ തേടി, സഹായം തേടി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ കഴിയുന്നത് അതിന് 1 രൂപയാണെങ്കിലും നിങ്ങൾ കൊടുക്കുക. അവർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ അത് അവരെ സഹായിക്കുക. അല്ലാതെ നിങ്ങൾ ഒരിക്കലും അവരെ ആട്ടിയോടിക്കരുത്. കാരണം നമ്മെ പരീക്ഷിക്കാനായിട്ട് മഹാനായ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ വീട്ടിൽ പിച്ചക്കാരൻ്റെ രൂപത്തിൽ വന്നേക്കാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ഈ കാലത്ത് നമുക്കറിയാം, പിച്ചക്കാരൊക്കെ ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഉള്ളവരായിരിക്കും. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിച്ച യാചിച്ചാൽ അവർക്ക് ഒരുപാട് പണം അവർക്ക് സമ്പാദിക്കാൻ സാധിക്കും. എന്നാൽ അതൊന്നും നമ്മൾ നോക്കേണ്ട. നമ്മുടെ അരികിൽ വരുന്നവരെ, ഭിക്ഷക്കാരായിട്ട് വരുന്നവരെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയാതെ, ആട്ടിയോടിക്കാതെ നമുക്ക് കഴിയുന്ന സഹായം അവരെ നമ്മൾ സഹായിക്കുക. സമ്പത്തുള്ളവൻ ഒരിക്കലും ഭിക്ഷ യാചിക്കരുത്. ഇനി സമ്പത്ത് ഇല്ലാത്തവരും ഭിക്ഷ യാചിക്കരുത് എന്നാണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ മുത്തുനബി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യമുണ്ടെങ്കിൽ ഒരിക്കലും ഭിക്ഷ യാചിക്കരുത് എന്ന്. ആരോഗ്യമില്ലാത്തവർക്ക്, ശരീരത്തിന് ആരോഗ്യമില്ലാത്തവർക്ക്, ജോലി ചെയ്യാൻ കഴിയാത്തവർക്ക് അപ്പോൾ ഭിക്ഷ യാചിക്കാം എന്നുള്ളൊരു ചെറിയൊരു അവസരം പരിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അരികിൽ ആരോഗ്യമുള്ളവനാണെങ്കിലും ആരോഗ്യമില്ലാത്തവനാണെങ്കിലും നമ്മുടെ അരികിൽ ഭിക്ഷ യാചിച്ചു കൊണ്ട് വന്നാൽ, സഹായം ചോദിച്ചു വന്നാൽ, നമ്മോട് കഴിയുന്ന സഹായം നമ്മൾ അവരെ സഹായിക്കുക. അതിനുള്ള പ്രതിഫലം ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നതാണ്. അതൊരിക്കലും നഷ്ടമാകില്ല. അതിനി 1 രൂപയാണെങ്കിലും അതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്കത് തിരികെ നൽകും. ഇനി ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരുന്നതെങ്കിലും അവർക്ക് നിങ്ങൾ ഒരു നേരത്തെ ആഹാരമെങ്കിലും നൽകുക. അവരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഭക്ഷണം നൽകണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ഖിദർ നബി ആയിരിക്കുമോ എന്ന് കരുതിയിട്ടൊന്നും നിങ്ങൾ പിച്ചക്കാരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തി കയറ്റിയിരുത്തി ഭക്ഷണം നൽകേണ്ട. ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭിക്ഷ തേടി, ഭിക്ഷ യാചിച്ചുകൊണ്ട് ആ വീട്ടിൽ വരില്ല. അതുകൊണ്ട് മറ്റ് പിച്ചക്കാർ നിങ്ങളുടെ വീട്ടിൽ വരുന്ന സമയത്ത് അത്
ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുമോ എന്ന് കരുതി നിങ്ങൾ അവരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചിരുത്തി ഭക്ഷണം നൽകേണ്ട. സ്ത്രീകൾ മാത്രമുള്ള വീടുകളാണെങ്കിൽ, പുരുഷന്മാർ ഉണ്ടെങ്കിൽ പിന്നീട് കുഴപ്പമില്ല. ഇനി പുരുഷന്മാർ ഉള്ള വീടുകളാണെങ്കിലും അറിയാത്ത ഭിക്ഷക്കാരായിട്ടുള്ള ആളുകളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോഴത്തെ ഈ കാലത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലോ, പല സംഭവങ്ങളും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കഴിയുന്ന സഹായം അവർക്ക് നൽകുക. അവർ ഇനി എത്ര കഴിവുള്ളവരാണെങ്കിലും കഴിവില്ലാത്തവരാണെങ്കിലും അവരെ സഹായിക്കുക. അതൊന്നും നിങ്ങൾ നോക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകും. മാത്രമല്ല, നിങ്ങളുടെ എന്ത് ഉദ്ദേശങ്ങളും എന്ത് ആഗ്രഹങ്ങളും നടക്കാത്ത മുറാദുകൾ ഉണ്ടെങ്കിലും അതൊക്കെയും നിങ്ങൾക്ക് നിറവേറിക്കിട്ടാൻ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഖിദർ നബി അലൈഹി സ്വലാമിൻ്റെ പേരിൽ 4 സൂറത്ത് യാസീൻ ഓതുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഉറപ്പാണ് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ മുറാദുകളും നിറവേറ്റിത്തരും. അള്ളാഹു നിറവേറ്റി തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ജീവിതത്തിൽ ദാരിദ്ര്യം നൽകാതിരിക്കട്ടെ, കടങ്ങൾ നൽകാതിരിക്കട്ടെ. എല്ലാ കടങ്ങളും അള്ളാഹു വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, വിജയം നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം നല്ല ആരോഗ്യത്തോടു കൂടിയും നല്ല ഇസ്സത്തോടു കൂടിയും അള്ളാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.